ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഇന്നത്തെ വീഡിയോ കാനഡയിൽ എൻ്റെ ജോബിനെ കുറിച്ചാണ്. ഡെന്റിസ്റ്റായി ഞാൻ എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ എനിക്ക് ജോലി കിട്ടുക എന്നുള്ളതെല്ലാം. ഐ എം സോ സോറി, ഞാൻ സംസാരിക്കുന്ന സമയത്ത് ചെറിയ ബ്രീത്തിങ് ഇഷ്യൂസ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂസ് വരുന്നത് ഇൻ ബിറ്റ്വീൻ. ഐ എം സോ സോറി. അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വീഡിയോ അധികം ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടാണ് സ്പീഡായിട്ട് പറയുന്നതും. സോ എങ്ങനെ ജോബ് കിട്ടിയെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഇൻഡീഡ് വഴി, ലിങ്ക്ഡിൻ, അങ്ങനെ കുറേ വഴി നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാം. ഞാൻ ഇൻഡീഡ് വഴിയൊക്കെ അപ്ലൈ ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ഓൺ ആയി. എന്നിട്ട് അതിൽ ഞാൻ പോസ്റ്റ് ചെയ്തു, ഞാൻ ഡെൻറ്റിസ്റ്റാണ് ഫ്രം ഇന്ത്യ, എനിക്ക് അഡ്മിനിസ്ട്രേഷൻ ആസ് വെൽ ആസ് ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മെസ്സേജസ് വന്നു തുടങ്ങി. ഇവിടുത്തെ ഒരുപാട് എംപ്ലോയീസിൻ്റെ നിന്ന് മെസ്സേജസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്കൊരു 5-6 ഓൾമോസ്റ്റ് 8 എൻക്വയറീസ് ഉണ്ടായിരുന്നു. നിങ്ങൾ എവിടെ നിന്നാണ്, എന്താണ്, ഏതാണെന്നൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു വന്നിരുന്നു. അതിൽ ഒരാളായിരുന്നു ഡോക്ടർ പ്രീതി ലളിത്. ഡോക്ടർ പ്രീതി ലളിത് തന്നെ പിന്നീട് ഇമെയിൽ ID ചോദിച്ചു, ഇൻ്റർവ്യൂ സെക്ഷൻസ് അറേഞ്ച് ചെയ്തു. അങ്ങനെ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ദെൻ എന്നോട് വന്ന് ഡയറക്റ്റ്ലി വരാൻ പറഞ്ഞു. ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി വരാൻ പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യാൻ പോയ ഡെൻ്റൽ ഓഫീസ് എന്ന് പറയുന്നത് ഒരു പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു ഡെൻ്റൽ ഓഫീസായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ട്രെയിനിങ്ങിന് ഞാൻ പോയ സമയത്ത് എൻ്റെ കൂടെ വേറെയും കുറേ ട്രെയിനീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഐ എം നോട്ട് ഷുവർ ദാറ്റ് എനിക്ക് കിട്ടുമോ ഇല്ലയോ, കാരണം ഒരുപാട് ട്രെയിനീസ് ഉണ്ട് അതിൽ. ഓൾറെഡി മാം എന്നോട് പറഞ്ഞിരുന്നു, നമ്മൾ ട്രെയിനിങ് ഒക്കെ നോക്കി എലിജിബിൾ ആണോ അല്ലെങ്കിൽ കേപ്പബിൾ ആണോ നോക്കിയതിന് ശേഷം മാത്രമേ ഹയർ ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു. പോയി ട്രെയിനിങ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഇത് കിട്ടി, എങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത് എന്നുള്ളത്. നെക്സ്റ്റ് എൻക്വയറി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനത് ഏത് ഗ്രൂപ്പാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം, ഏത് ഗ്രൂപ്പിലാണ് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തത് എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്ത് ജോബാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്ന ജോലി അഡ്മിനിസ്ട്രേഷൻ വർക്കാണ്. അപ്പോൾ ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഡെന്റിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ള ആൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഞാനതെല്ലാം ലേൺ ചെയ്തു. ഒരുപാട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് വലിയൊരു ഹാസൽ പോലെ എനിക്ക് തോന്നിയില്ല. ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ അഫ്കോഴ്സ് എല്ലാവർക്കും അതൊരു പെട്ടെന്നൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും. പക്ഷേ ഇറ്റ്സ് ഫൈൻ, ഞാൻ ലേൺ ചെയ്തു. ഞാൻ എൻ്റെ പോസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ കൊടുക്കാം. ഇനി എൻ്റെ ഓഫീസിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ലളിത് ഡെൻ്റൽ കെയർ. ഡോക്ടർ പ്രീതി ലളിതാണ് അവിടുത്തെ എംപ്ലോയർ. മാം എന്നോട് ആദ്യം വന്ന സമയത്ത് തന്നെ മാം പറഞ്ഞിരുന്നു, അഡ്മിനിസ്ട്രേഷൻ മാത്രം ഒതുങ്ങിക്കൂടേണ്ട, നമുക്ക് ഡെൻ്റൽ അസിസ്റ്റിംഗ് കൂടെ ചെയ്യാം. ഞാൻ അങ്ങനെ ഡെൻ്റൽ അസിസ്റ്റിങ്ങിൻ്റെ ട്രെയിനിങ്ങിനും ഞാൻ പോയിരുന്നു. ബട്ട് ലേറ്റർ ഓൺ ആണ് അറിഞ്ഞത് പ്രഗ്നൻ്റ് ആണ്. സോ അതിൻ്റെ സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞത് ലേറ്റർ ഓൺ ഞാൻ ഹയർ ചെയ്തതിന് ശേഷമായിരുന്നു. സോ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ പർപ്പസ്ഫുള്ളി ഇപ്പോൾ വേണ്ട. പക്ഷെ മാം എന്നെ നന്നായിട്ട് എൻകറേജ് ചെയ്തിരുന്നു ഹാർപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. ഹാർപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇവിടെ എക്സ്റേസ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട. ഒൻറ്റാരിയോയിൽ മാത്രമേ അതുള്ളൂ. ഒൻറ്റാരിയോയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഹാർപ്പ് സർട്ടിഫിക്കറ്റ്. ഞാൻ ആ സമയത്ത് ഹാർപ്പിന് വേണ്ടിയിട്ടുള്ള എൻറോൾമെൻറ്റ് ചെയ്തു. ഹാർപ്പ് എക്സാം എഴുതി, അത് പാസ്സായി. ഇനീഷ്യലി നമ്മളൊരു എക്സാം എഴുതണം, അത് പാസ്സായി. നെക്സ്റ്റ് കുറച്ച് നാൾ നമുക്കൊരു ക്ലാസ് ഉണ്ടാവും. ക്ലാസ് അറ്റൻഡ് ചെയ്തു, പ്രാക്ടിക്കൽ സെക്ഷൻസ് കഴിഞ്ഞു. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് എൻ്റെ ഹാർപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി. ഹാർപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഹാർപ്പ് എങ്ങനെയാണ്, എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്നിട്ട് ഇത്രയും സെക്ഷൻസ് കഴിഞ്ഞു. ഇപ്പം ഇനി ഹാർപ്പ് ഉണ്ട്. അപ്പോൾ അന്ന് മാം പറഞ്ഞിരുന്നു ഡെൻ്റൽ അസിസ്റ്റിംഗ് ചെയ്യാമെന്ന്. പർപ്പസ്ഫുള്ളി ഞങ്ങൾ 2 പേരും കൂടെ എന്നെ എടുത്തതാണ്. വേണ്ട, റേഡിയേഷനും അല്ലെങ്കിൽ എനിക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടും എല്ലാം വരുന്നത് കൊണ്ട് ഇത് കഴിയട്ടെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമുക്കതിനെപ്പറ്റി സംസാരിക്കാം എന്ന് വിചാരിച്ചു ഞാൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്നു. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ജോബായിരുന്നു എനിക്ക്. മീൻസ് ഫിസിക്കലി നമ്മളൊന്നും
ചെയ്യണ്ടല്ലോ, മെൻ്റലി അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രം മതിയായിരുന്നു അഡ്മിനിസ്ട്രേഷൻ ജോബ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജോലി പൊയ്ക്കൊണ്ടിരുന്നത്. റീസെൻ്റ്ലി ഞാനിപ്പോൾ ജോലിയിൽ നിന്ന് മാറ്റ് ലീവ് എടുത്തിരിക്കുകയാണ്. നമുക്കിവിടെ കാനഡയിൽ മാറ്റ് ലീവ് കിട്ടണം, മെറ്റേണിറ്റി ലീവ് കിട്ടണമെങ്കിൽ 600 hours നമ്മൾ വർക്ക് ചെയ്യണം. 600 hours കഴിഞ്ഞു. ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവിലാണ്. ഓൾമോസ്റ്റ് 1 year മെറ്റേണിറ്റി ലീവ് കിട്ടും. നമ്മൾ എടുക്കുന്ന പോലെ ആയിരിക്കും. നമുക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച്, മീൻസ് പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇപ്പം മെറ്റേണിറ്റി ലീവ് ആയതുകൊണ്ട് ഇപ്പം ഞാൻ വർക്കിംഗ് അല്ല. സോ ഇതാണ് എൻ്റെ ഇവിടുത്തെ കാനഡയിലെ ജോബിനെ പറ്റിയിട്ട്. അപ്പോൾ